എന്തു പറ്റി ചേട്ടാ? എന്റെ കാർ ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി. നേരെ പത്തനാപുരം പോകുവാണെങ്കിൽ എന്നെ കൂടെ നടക്കുമോ? പിന്നെന്താ, ഞാൻ ആ വഴിക്ക് പോന്നെ, കയറിക്കും. പക്ഷേ ഞാൻ ചായ കുടിക്കാൻ നിർത്തും, കുഴപ്പമൊന്നുമില്ലല്ലോ? അതിനെന്താ, ഒരു കുഴപ്പമില്ല. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഹുണ്ടായുടെ ഷോറൂമിലെ സെയിൽസ് മാനേജറാണ്. താങ്കൾ എന്ത് ചെയ്യുന്നു? ഞാൻ KSF-ല അക്കൗണ്ടന്റാ. ഞാൻ താങ്കൾ ദൂരെ നിന്ന് വന്നപ്പോഴേ ശ്രദ്ധിച്ചു. മുഖത്ത് ഭയങ്കര സന്തോഷമാണല്ലോ. എന്താ കാര്യം? ഞാൻ അറിയുന്നതിൽ എന്തെങ്കിലും കുഴപ്പം? ഹേയ്, അങ്ങനൊന്നുമില്ല. ഞാൻ എൻ്റെ ഭാര്യയെക്കുറിച്ച് ആലോചിച്ചതാ. ഓ, അതാണോ? അതാ. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളായതേ ഉള്ളല്ലേ? അതെ. എന്താ? അതുകൊണ്ടാ. മാറിക്കോളും. ഇല്ല ചേട്ടാ, അതിന് എത്ര നാൾ കഴിഞ്ഞാലും ഈ സന്തോഷം ഇങ്ങനെ തന്നെ നിൽക്കും. ചേട്ടൻ അറിയുമോ, ഇതെന്റെ സെക്കൻഡ് മാരേജാ. എന്റെ ആദ്യത്തെ ഭാര്യ ഒരു ആക്സിഡന്റിൽ മരിച്ചു പോയതാ. അതിൽ ഞങ്ങൾക്കൊരു കുഞ്ഞുമുണ്ട്. ഇനിയൊരു ദാമ്പത്യ ജീവിതമൊന്നും വേണ്ടെന്ന് വെച്ചിരിക്കുമ്പോഴാ കുഞ്ഞിനെ നോക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടെന്ന് പറഞ്ഞ് വീട്ടുകാരെ നിർബന്ധിച്ച അവളുമായിട്ടുള്ള കല്യാണം നടത്തിയത്. പക്ഷേ എന്റെ കണക്ക് കൂട്ടലുകളെല്ലാം അവള് തെറ്റിച്ചു കളഞ്ഞു. എങ്ങനെ? അവൾ കുഞ്ഞിനൊന്നും നോക്കാറില്ലേ? അയ്യോ ചേട്ടാ, ഞാൻ അത് വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല. അല്ല ചേട്ടാ, ഇവിടുന്ന് ഒരു ചായ കുടിച്ച് സംസാരിക്കാം. എന്തൊരു ചൂടാ. ചേട്ടാ, 2 ചായ തരണേ. ചേട്ടൻ എന്താ കണക്കൂട്ടുകൾ തെറ്റിച്ചെന്ന് പറഞ്ഞത്? അല്ല, പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട, സാരമില്ല. കഴിക്കാൻ എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട ചേട്ടാ, ചായ കുടിക്കും. താങ്ക്സ്. ചേട്ടൻ ചോദിച്ചല്ലോ കുറച്ചു മുമ്പ് എന്റെ കണക്ക് കൂട്ടലുകൾ അവൾ തെറ്റിച്ചത് എങ്ങനെയാണെന്ന്. അത് ഞാൻ എന്റെ കുഞ്ഞിനെ നോക്കായിരുന്നിട്ടൊന്നുമല്ല, അവളുടെ യഥാർത്ഥ അമ്മയെക്കാളും സ്നേഹിച്ച് ഭൂമിയിലും ആകാശത്തും വെക്കാതെ താലോലിച്ച്, അതിലുപരി എന്നെ അവളുടെ കൃഷ്ണമണിയേക്കാളും കൂടുതലായി കെയർ ചെയ്ത്. എനിക്കറിയില്ല അവൾക്ക് എന്നോടുള്ള സ്നേഹം ചേട്ടനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന്. എൻ്റെ അമ്മയ്ക്ക് ശേഷം എൻ്റെ കാര്യങ്ങൾ ഇത്രയും വൃത്തിയായി നോക്കുന്ന ഒരാൾ എൻ്റെ ജീവിതത്തിൽ അവൾ മാത്രമാണ്. മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുന്നവരെ പറ്റി പറയാൻ പാടില്ലാത്തതാണ്. എന്നാലും മരിച്ചതിൽ എനിക്കിപ്പോൾ സങ്കടം തോന്നുന്നില്ല. എന്താണ് ബോസ് വിട്ടുകളയുന്നേ? ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചല്ലേ. ഹലോ, ഞാനിപ്പോൾ എത്തോടൂ. ഒരു 10 മിനിറ്റ്, പെട്ടെന്ന് റെഡി ആയിക്കൂ. ശരി. അവളാ ലക്ഷ്മി. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി 3ാമത്തെ തവണ വിളിക്കുന്നത്. പാവോ. എങ്കിൽ നമുക്ക് പോവാം. ചായ കുടിച്ചു കഴിഞ്ഞോ? കുടിച്ചു. പോവാം. ശരി, പോവാം. വേണ്ട, ഞാൻ കൊടുത്തോളാം. ഒരു കൂടപ്പുറപ്പിനെ പോലെ എല്ലാ കാര്യങ്ങളും ചേട്ടൻ എന്നോട് പറഞ്ഞതല്ലേ, ഞാൻ കൊടുത്തോളാം. വെച്ചോ, ഞാൻ കൊടുത്തോളാം. ചേട്ടൻ്റെ ഭാര്യയെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്കിനി ഒരു കല്യാണം കഴിച്ചു കൊള്ളാവുന്നുണ്ട്. ചേട്ടാ, പൈസ. അയ്യോ സാറേ, 500 രൂപയ്ക്ക് ചേഞ്ച് ഇല്ല. ഒരു 20 രൂപ കൊണ്ട് തരാൻ പറ്റുമോ? അയ്യോ, ഞാൻ പറഞ്ഞതല്ലേ ഏട്ടാ ഞാൻ കൊടുക്കാന്ന്. ആ 500 രൂപ കൈ വെച്ചേരെ. അയ്യോ ഏട്ടാ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതാ എൻ്റെ ഭാര്യ ലക്ഷ്മി. എന്നാ നമുക്ക് പോവാം ചേട്ടാ. പോവാം. ചേട്ടാ, എനിക്ക് ഇവിടെ ഒരാളെ കാണാനുണ്ട്. ചേട്ടൻ പൊയ്ക്കോ. അതെന്താ? ചേട്ടൻ ഇതോടെ വരുന്നില്ല. ആളിങ്ങോട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് ചേട്ടൻ പൊക്കും. ശരി എന്നാ. ശരി. അവളെ കുറിച്ച് പറയാത്ത മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. എന്താ അത്? ലക്ഷ്മിയും ഒരു 2ാം കെട്ടുകാരിയാ. ആദ്യം കെട്ടിയാൽ അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്നറിഞ്ഞ് ഡിവോഴ്സ് ചെയ്തതാ. ഇപ്പോഴും അങ്ങനെയൊക്കെ ഉള്ളവർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. കുഞ്ഞുണ്ടാകാത്തത് അവളുടെ തെറ്റല്ലല്ലോ. കഴിഞ്ഞ കല്യാണത്തെപ്പറ്റി ഞാനായി അവളോടൊന്നും ചോദിച്ചിട്ടില്ല, ചോദിക്കാനും പോകുന്നില്ല. പക്ഷേ എന്ത് ചികിത്സ ചെയ്തും അതിനായി എത്ര പണം ചിലവായാലും അവിടെ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാക്കും.
ലക്ഷ്മി, ഇനിയും ഈ ബന്ധം തുടരാൻ എനിക്ക് താല്പര്യമില്ല. ഒരു കുഞ്ഞിനെ തരാൻ കഴിയാത്ത നിന്നെ ഒന്നും ഒരു പെണ്ണായി കാണാൻ എനിക്ക് പറ്റത്തില്ല. എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വീട്ടിൽ മച്ചിപ്പശുക്കളിൽ നിന്നാൽ അത് കുടുംബത്തിന് കേടാണ്. അതുകൊണ്ട് എനിക്ക് ഡിവോഴ്സ് വേണം. നീ കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട, മനസ്സിലായല്ലോ? ശരി ചേട്ടാ. ശരി. വിധി, അത് നാം ചെയ്യുന്ന പ്രവൃത്തികളിൽ നമുക്ക് വന്നണയുന്ന നഷ്ടം. ഒരു നിമിഷത്തെ എടുത്തുചാട്ടത്തിൽ നമുക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ നഷ്ടമാക്കുമ്പോൾ പിന്നീട് അത് എത്ര വിലപ്പെട്ടതായിരുന്നുവെന്നും അതെൻ്റെ വിധിയായിരുന്നുവെന്നും പഴിച്ചിട്ട് എന്ത് കാര്യം?